ഡോക്ടറാണ്, ക്രൈസ്തവനാണ്, ബുദ്ധിജീവിയാണ്, വലിയ സമർത്ഥനാണ്, ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ IG ആയിരുന്നു, DGP ആയിരുന്നു. കേരളത്തിൽ ഒരുപാട് മേഖലയിൽ ഇടപെട്ട പരിചയ സമ്പത്തുള്ള, എന്നാൽ ബുദ്ധി വൈഭവമുള്ള, അതിൻ്റെ കൂടെ തന്നെ എല്ലാ സാരാംശങ്ങളെയും ഉൾക്കൊള്ളാനുള്ള പക്വതയുള്ള, വളരെ ഇരുത്തം വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ വളരെ ഹിറ്റാണ്, വൈറലാണ്. എല്ലാ മതക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തകൻ കൂടിയാണ് കേരളം കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ നീണ്ടു കിടക്കുന്ന ദി ഇൻട്രഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രഭാഷണം മുസ്ലിങ്ങൾ ആദ്യം പഠിക്കണം. ഇസ്ലാം ഇത്രയും വലിയ സൗന്ദര്യമുള്ള മതമാണെന്ന് അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് പല ചെറുപ്പക്കാരും മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ മുസ്ലിങ്ങൾ സുജൂദിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരെ കാണാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും വളരെ ഉന്മേഷമുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇതിൻ്റെ സാരാംശം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത്, ഹൃദയത്തിൽ നിന്ന് രക്തം തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്ന പ്രധാന ആരാധനാ രീതി കൈവശമുള്ള ആൾക്കാരാണ് ഇവര്. ഹം ലോഗ് ജബ് सुजूद से जाते हैं, हम सीधा ऐसे ही चलने के वक्त हमारे सर से हमारे ख़याल तक ज़हन सदर से कोई ब्लड सर्कुलेशन नहीं हो जाती है. പക്ഷേ സുജൂദിലേക്ക് നമ്മൾ പോകുന്ന നേരത്ത് ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് നേരെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യാണ്. കാരണം തല താഴെയും ഹൃദയം മുഴുവൻ. ഇങ്ങനൊരു ആരാധനാ രീതി ഒരു മതത്തിലും ഇല്ല. അദ്ദേഹം പറയാം, ഞാൻ നിലകൊള്ളുന്ന മതത്തിലടക്കല്ല. പിന്നെ എല്ലാ മതാചാര്യന്മാരും ഇതിനെ പഠിച്ചപ്പോഴാണ് യോഗാസനം വന്നത്. യോഗയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസനം തല കുത്തി നിൽക്കലാണ്. മാത്രല്ല, ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ അവരുടെ ഇബാദത്തിന്റെ ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രൗഢമായ ആരാധനയുടെ അംശം അത് സുജൂദാണ്. അഖറബു ഇലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് ഏറ്റവും അടുത്തത് സുജൂദിലാണ് എന്ന് അല്ലാഹു. എൻ്റെ അടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണ്. ഇദ്ദേഹം പറയാൻ കേട്ട ഈ മുസ്ലിങ്ങൾ 5 നേരം ഫർളായ നിസ്കാരം മാത്രം നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര നേരാണ് തലച്ചോറും ഹൃദയം രക്ത കൈമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് ഉന്മേഷം. പിന്നെ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ഒറ്റ മുസ്ലിം നിസ്കാര പള്ളിയും സ്നാനഘട്ടങ്ങളില്ലാത്ത പള്ളികളല്ല. അദ്ദേഹം പറയാൻ, എല്ലാ മുസ്ലിം നിസ്കാര പള്ളിയുടെ മുമ്പിലും പണ്ട് നമ്മൾ സ്രാമ്പ്യ എന്ന് പറഞ്ഞ നിസ്കാര പള്ളി, പണ്ട് തെക്കൻ ഭാഗത്ത് തൈക്കാവ് എന്ന് പറയുന്ന ചെറിയ പള്ളിയുടെ മുമ്പിലടക്കം ഒന്നുക്ക് കുളം അല്ലെങ്കിൽ ഹൗള് അല്ലെങ്കിൽ പൈപ്പ് ഇതില്ലാത്ത മുസ്ലിം പള്ളി ഏതാ? എന്നാ ഒരു പൈപ്പെങ്കിലുമുള്ള ഒരു ക്ഷേത്രമോ ഒരു ക്രൈസ്തവ ദേവാലയമോ ചർച്ചോ ലോകത്തില്ല. അതുകൊണ്ട് മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുറ്റത്ത് സ്നാനഘട്ടങ്ങളില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളിൽ സ്നാനഘട്ടമില്ലാത്ത ഒറ്റ ആരാധനാലയവും ഇല്ല എന്ന് അലക്സാണ്ടർ ജേക്കബ് സമർത്ഥിച്ചു പറഞ്ഞു. അപ്പോൾ പുറം ഭാഗം ശുദ്ധിയാക്കിയിട്ടേ അവർക്ക് അകം ശുദ്ധിയാക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അകം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കലാണ് ഇസ്ലാമിൻ്റെ നിസ്കാരം. അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്, കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗോഡ്. അടിമയും അള്ളാഹും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നിസ്കാരം. മുനാജാത്താണ് ബൈനൽ അബ്ദി വ റബ്ബിഹി. ആ കോൺവെർസേഷനിലേക്ക് കടന്നു പോകണമെങ്കിൽ ശുദ്ധിയാകണം. അപ്പൊ പുറം ശുദ്ധിയാകണതിനെ പറ്റി അദ്ദേഹം പറയാണ്, അവരാദ്യം അവരുടെ അംഗസ്നാനം വുളൂ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുൻകൈ കഴുകലാണ്. എന്തൊരു വലിയ സൈക്കോളജിയാണ്. കാരണം മുൻകൈ എന്ന് പറയുന്നത് സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ചെറിയ വാഹനങ്ങളാണ്. അത് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അത് തൊട്ട് ഇത് തൊട്ട് എല്ലാ മാലിന്യങ്ങളിലേക്കും പരതാൻ സാധ്യതയുണ്ട്. മുൻകൈ കഴുകിയിട്ടേ അവരുടെ വുളൂ തുടങ്ങാൻ പാടുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ, രാത്രി കടന്നുറങ്ങിയ മനുഷ്യൻ ഹൗദിൽ പോയിട്ട് വുളൂ ചെയ്യുമ്പോൾ അതിൻ്റെ ചിട്ടടക്കം ഇസ്ലാം പഠിപ്പിച്ചു. കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കഴുകണം. ആ സ്നാനഘട്ടത്തിലേക്ക് ഹൗദിലേക്ക് കൈയിട്ട് കഴുകരുത്. കാരണം ലാ യഅരിഫ് ഐന ബാതത് യദുഹു എന്ന് പോലും ഇസ്ലാം പറഞ്ഞു. ഇത്രയും സൂക്ഷ്മമായിട്ട് മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റുന്നു, ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു.
പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഇന്നത്തെ കാലം, വാഹനങ്ങളാവട്ടെ, കെട്ടിടങ്ങളാകട്ടെ, നിർമ്മാണ മേഖലകളാകട്ടെ, ഒരു വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. ചെറിയ കുട്ടികൾക്കടക്കം അലർജി, ആസ്തമ. അതുകൊണ്ട് പൾമോളജി വിദഗ്ധന്മാരുടെ, ചെസ്റ്റ് വിദഗ്ധന്മാരുടെ, നെഞ്ചുരോഗ വിദഗ്ധന്മാരുടെ സമ്മേളനം നാളെ നടക്കാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിൽ. ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പുൽമോളജി മാറി. എന്താ കാരണം? അലർജി ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് തിരക്ക് കൂടി. ചെറിയ കുട്ടികൾക്കടക്കം തുമ്മല്, ചെറിയ കുട്ടികൾക്കടക്കം ആസ്തമ. അവസാനം മെഡിക്കൽ സയൻസ് തന്നെ പറയുകയാണ്, ഈ മൂക്കിലൂടെ പൊടിപടലങ്ങൾ കയറി അത് മസ്തിഷ്കങ്ങളിലേക്ക് കടന്നുപോയി ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യത അടക്കണ്ട്. മുസ്ലിങ്ങൾ 5 നേരത്തെ വുളൂഇൽ പറയുന്നത് മൂക്കിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്യണമെന്നാണ്. ഈ പൊടി ഒരിക്കലും ദ്രവിച്ച് അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കലുകളായി മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് മുസ്ലിങ്ങളെ അവരുടെ വുളൂ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അലക്സാണ്ടർ ജേക്കബ് പറയുകയാണ്. അങ്ങനെ ഓരോന്നും. നമ്മുടെ തലച്ചോറ്, തല തടവലൊരു പ്രധാന ഇനമാണ്. വുളൂഇന്റെ കൂട്ടത്തിൽ തല തടവുക. ഈ തല തടവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. തലയുടെ മുകളിലൂടെയാണ് മസ്തിഷ്കത്തിൽ നിന്നുള്ള ഉണർവിന്റെ എല്ലാ ഞരമ്പുകളും മൂർധാവിലൂടെ പാസ് ചെയ്യണത്. കൃത്യമായിട്ട് ഒരാൾ തല തടവി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഉണരും, മസ്തിഷ്കം ഉണരും എന്നാണ്. എന്തെങ്കിലും ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒന്ന് ഫ്രഷ് ആവാൻ. മുഖത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാലും ഫ്രഷ് ആവും. അതുകൊണ്ട് ആ ബോധരഹിതനായ മനുഷ്യന്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാലേ ബോധം തെളിയുള്ളൂ. മുസ്ലിങ്ങൾ 5 നേരം ഉപബോധത്തിൽ നിന്ന് വെള്ളം കുടഞ്ഞിട്ട് അപബോധത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയാൻ. മുഖത്ത് വെള്ളാക്കണം, തലയിൽ വെള്ളം തടവണം. ഇങ്ങനെയും പെർഫെക്റ്റ് ശുദ്ധീകരണം നടത്തിയിട്ടാണ് അവർ ആരാധനാലയത്തിന്റെ അകത്ത് പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അതിലെ കോൺസെൻട്രേഷൻ. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗിബ്ബൺ ഈ അടുത്തൊരു പരീക്ഷണം നടത്തി കുറച്ച് തൊഴിലാളികൾക്കിടയിൽ. ആ തൊഴിലാളികൾക്കിടയിൽ നിന്ന് അദ്ദേഹം 1000 ചില്ലാനും തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വെറും 10% ആളുകൾ മാത്രം ആരാധനാലയത്തിൽ പോയിട്ട് ധ്യാനത്തിൽ ഏർപ്പെടുന്നു. ബാക്കി 90% തൊഴിലാളികളും ഒരു ധ്യാനമില്ല, അവർ തോന്നിയ പോലെ ജീവിക്കുന്നു. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, ഏകാഗ്രതയോടുകൂടെ ധ്യാനം ഒരു തൊഴിലാളി 40 മിനിറ്റെങ്കിലും നിർവഹിച്ചാൽ അയാളുടെ രക്തത്തിൽ നിന്ന് ലാക്ടേറ്റിന്റെ അംശങ്ങൾ കുറഞ്ഞു പോകുന്നു. മാനസിക രോഗികൾക്ക് ലാക്ടേറ്റിന്റെ അംശം കൂടുമ്പോഴാണ് മാനസിക രോഗം കൂടുക. ഈ ലാക്ടേറ്റിന്റെ അംശം കുറക്കാൻ 100 ഗുളിക കഴിക്കുന്ന സ്ഥാനത്താണ് മുസ്ലിങ്ങളുടെ ഒരു ദിവസത്തെ നിസ്കാരം. ഒരു നേരത്തെ അല്ല, ഒരു ദിവസത്തെ നിസ്കാരം. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏതൊരു മതക്കാരനും 40 മിനിറ്റ് പെർ ഡേ, ഒരു ദിവസം 40 മിനിറ്റ് ധ്യാനത്തിൽ ഏർപ്പെടണം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയിലേക്ക്, ഒരു പോയിന്റിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് 40 മിനിറ്റ് ധ്യാനം നിർവഹിക്കണം. ശരിക്കും നമ്മളെ മുസ്ലിങ്ങളുടെ 5 വക്ത നിസ്കാരം ഒന്നിച്ചു കൂട്ടിയാൽ 40 മിനിറ്റാണ് ആവറേജ് ടൈം. ഒരു 1000 ഗുളിക മാനസിക രോഗി കുടിക്കുന്ന 1000 ഗുളികയേക്കാൾ രക്തത്തിലെ ലാക്ടേറ്റിന്റെ അളവിനെ കുറക്കുന്നത് നിസ്കാരാണ്. എന്തൊരു വലിയ വാക്കാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ദൈവസ്മരണയിലേക്ക് കടന്നു വരിക. ദൈവസ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ആശ്വാസം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോവുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ടാണ് നിസ്കാരം എന്റെയും അടിമയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് എന്ന് അല്ലാഹു പറയുന്നത്. എൻ്റെ അടിമ എന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധന, എൻ്റെ ജീവിതം, എൻ്റെ മരണം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന മിനൽ മുസ്ലിമീൻ,
അതുകൊണ്ട് നീ പറഞ്ഞ മുസ്ലിമാണ് ഞാൻ, അല്ലാഹുവേ നിന്റെ അടിമയായ മുസ്ലിമാണ് ഞാൻ എന്ന പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്തിട്ടാണ് ആരാധനയാകുന്ന നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിജ്ഞ ശിരസാവഹിക്കാൻ ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളിലൂടെ സാധ്യമാകണം എന്റെ പ്രിയപ്പെട്ടവരെ. ലൈഫ് ഈസ് നോട്ട് ഏണിംഗ് മണി. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സമ്പാദിക്കലല്ല, അതിൻ്റെ അപ്പുറത്ത് സ്നേഹത്തിൻ്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് മനുഷ്യത്വത്തിൻ്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് മാനേഴ്സിൻ്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് ബിഹേവിയറിൻ്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് കൾച്ചറിൻ്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്താണ് സിവിലൈസേഷന്റെ സമ്പാദനം. അതുകൊണ്ട് മനുഷ്യത്വത്തെ സമ്പാദിക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തുക. ഇത് ദുനിയാവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് ഇസ്ലാം അതിന്റെ മനുഷ്യത്വത്തെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ മണലാരണ്യത്തിലൂടെ നട്ടുച്ച നേരത്തൊരു മനുഷ്യൻ നടന്നു പോവുകയാണ്. ചരിത്രം ആ മനുഷ്യനെ പേര് വിളിച്ചത് ബുദ്ധിജീവിയായ ഡയോജനിസ് എന്നാണ്. ഡയോജനിസ് ആ നേരത്തും റാന്തൽ വിളക്ക് കത്തിക്കുകയാണ്. കയ്യിലെന്തിനാണ് ഒരു റാന്തൽ? സൂര്യൻ നട്ടുച്ചക്ക് കത്തിജ്വലിക്കുകയാണ്. ആകാശത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് സൂര്യൻ അതിന്റെ ഉഗ്രഭാവങ്ങളെല്ലാം പുറപ്പെടുവിച്ച് തീക്ഷ്ണമായ സൂര്യകന്തളങ്ങളെ കൊണ്ട് ഭൂമി പോലും മണൽ പരപ്പിലെ സൈകത പരപ്പിലെ മണലിന്റെ അംശങ്ങൾ പോലും വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നട്ടുച്ച നേരത്താൻ ലോകം കണ്ട പ്രശസ്തനായ പണ്ഡിതൻ, ബുദ്ധിജീവി ഡയോജനിസ്, ഭാഷാ പണ്ഡിതൻ, തത്വജ്ഞാനി, ചിന്തകൻ, ഈ അപരനാമത്തിന്റെ ഉടമയായ ചില്ലറക്കാരനല്ല. നട്ടുച്ച നേരത്താണ് വിളക്ക് കത്തിച്ചിട്ട് റോമയുടെ തെരുവീതികളിലൂടെ നടന്നു പോകുന്നത്. അത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചുപോയി, അല്ലയ ഡയോജനിസ്, ഈ സൂര്യൻ ഉഗ്രപ്രതാപത്തിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ഒരു ചെറിയ അരണ്ട വിളക്ക് കത്തിച്ചത്? അത് എന്തിനാണ്? വല്ലാത്ത വിരോധാഭാസമാണ്. അങ്ങാണെങ്കിൽ ലോകത്തിന്റെ പേര് കേട്ട ബുദ്ധിജീവി, അങ്ങ് പണ്ഡിതൻ, അങ്ങ് സമർത്ഥൻ, അങ്ങ് ചിന്തകൻ, അങ്ങ് തത്വജ്ഞാനി, അങ്ങ് ഭാഷാപടു, ഈ വലിയ മനുഷ്യനാണ് സൂര്യൻ ജ്വലിക്കുമ്പോ ഒരു വിളക്ക് കത്തിച്ച് നടക്കുന്നത്. ഇത് വിഡ്ഢിത്തമല്ലയോ ഡയോജനിസ് എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യകർത്താക്കളായ ജനങ്ങളോട് പണ്ഡിതനായ ബുദ്ധിജീവിയായ ഡയോജനിസ് പറഞ്ഞുപോയി, അല്ല, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്. ലബ് പേ ആതി ഹെ ദുആ ബൻ കേ തമന്നാ മേരി जिंदगी शम्म की सूरत हो खुदाया मेरी दूर दुनिया का मेरे दम से अंधेरा हो जाए हर जगह मेरे चमकने से उजाला हो जाए. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ലോക പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ ശീർഷകം ബച്ചേ കി ദുആ, ഒരു കൊച്ചുകുട്ടിയുടെ പ്രാർത്ഥന എന്നാണ്. ഇഖ്ബാൽ സ്വപ്നം കാണുന്ന കുട്ടി ഒരു പള്ളിയിലേക്ക് ദർസ് പഠിക്കാൻ പോകുന്ന ഒരു മുതല്ലിമാണ്. അല്ലാമ ഇഖ്ബാൽ സ്വപ്നം കാണുന്ന കുട്ടി ശുഭ്രവസ്ത്രധാരിയായ ഒരു തൊപ്പിയും തലപ്പാവും ധരിച്ച അള്ളാഹുവിന്റെ ഇൽമ പഠിക്കാൻ മതകലാലയത്തിലേക്ക്, അറബിക് കോളേജിലേക്ക്, ശരീഅത്ത് കോളേജിലേക്ക് കടന്നു പോകുന്ന ഒരു കുഞ്ഞുമോനാണ്. ആ കൊച്ചുകുട്ടി പരിശുദ്ധ തമ്പുരാനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ലബ് പേ ആതി ഹെ ദുആ ബൻ കെ തമന്നാ മേരി, എന്റെ ചുണ്ടിലേക്ക് ഒരു പ്രാർത്ഥന കടന്നു വരുന്നുണ്ട് തമ്പുരാനെ. അത് മറ്റൊന്നുമല്ല, സിന്ദഗി ശമ്മ കി സൂറത്ത് ഹോ ഖുദായാ മേരി, അല്ലാഹുവേ എന്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ വെട്ടിത്തിളങ്ങണം തമ്പുരാനെ. എന്റെ നാടിന് പ്രകാശം കൊടുക്കാൻ എനിക്ക് സാധ്യമാകണം തമ്പുരാനെ. എന്റെ നാട് മുഴുവൻ ഇരുട്ടിലാണ്. അക്രമത്തിന്റെ ഇരുട്ട്, അരാജകത്വത്തിന്റെ ഇരുട്ട്, അസഹിഷ്ണുതയുടെ ഇരുട്ട്, വാട്സപ്പിന്റെ തിരക്കിൽ സ്വന്തം രക്തബന്ധത്തെ മറന്നുപോയതിന്റെ ഇരുട്ട്, സോഷ്യൽ മീഡിയയുടെ തിരക്കിൽ ഉമ്മാന്റെ നടുവേദനക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ സമയം കിട്ടാതെ പോയ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് അവന് പോലും അറിയാതെ വന്നുകൂടിയ ഇരുട്ട്, ഫേസ്ബുക്ക് ഫ്രണ്ടിനെ തകർക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ
ഫേസ്ബുക്ക് വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തുരിതുര ഓട്ടത്തിന്റെ ഇടയിൽ സ്വന്തം പെങ്ങളെ കെട്ടിച്ച വീട്ടിലുള്ള പ്രാരാബ്ദങ്ങളെ തിരിച്ചറിയാൻ മറന്നുപോയ തിരക്ക്, അത്തരത്തിലുള്ള ഒരു വലിയ ഇരുട്ടിലാണ് നമ്മളെല്ലാം. ആ കൊച്ചുകുട്ടി ദുആ ചെയ്യുകയാണ്, ദൂർ ദുനിയാ കമരദം സേ അന്ധേരാ ഹോ ജായേ, ഹർ ജഗാ മേരേ ചമക്നെ സേ ഉജാലാ ഹോ ജായേ. അല്ലാഹുവേ, ഞാൻ ഇൽമ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ എൻ്റെ നാട്ടിന് ഞാൻ വെളിച്ചമാകണം. പരിശുദ്ധ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ പ്രകാശകിരണങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വിരുന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രകാശകിരണങ്ങളാണ് എൻ്റെ നാടിൻ്റെ വെളിച്ചം തമ്പുരാനെ എന്ന് കൊച്ചുകുട്ടി പോലും സ്വപ്നം കണ്ടിട്ട് പറയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭക്താക്കളാകണം നമ്മൾ തന്നെയാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പള്ളിയോ പള്ളിക്കൂടമോ അല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതകലാലയമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി പോലുമല്ല. ഇസ്ലാമിന്റെ ജീവിതം നമ്മളാണ്. ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളാണ് ഇസ്ലാമിന്റെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന ലോകത്തെ ഇസ്ലാം. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ചെറുപ്പക്കാർ മദ്യപാനികളാണെങ്കിൽ മറ്റുള്ള മതസ്ഥർ അവരെ പറ്റി മനസ്സിലാക്കുകയാണ്. ഇസ്ലാം മദ്യപാനം അനുവദനീയമാക്കിയ മതമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ പ്രയോഗം, നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ, നമ്മുടെ എല്ലാ കൈകാര്യങ്ങളും ഒരു പരിശുദ്ധ മതത്തിന്റെ ചിഹ്നങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോഴാണ് ഇസ്ലാമിനെ ലോകം വായിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കറുത്ത വർഗക്കാരൻ പീഡിപ്പിക്കപ്പെട്ട അമേരിക്കയിൽ കറുത്ത വർഗക്കാരൻ നീഗ്രോ അടിമയുടെ തൊടയിലെ മാംസം വെള്ളക്കാരന്റെ തൊലി വെളുത്തുപോയ സവർണന്റെ വീട്ടിലുള്ള വളർത്തു പട്ടിയുടെ പല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ ഉപയോഗിക്കപ്പെട്ട ഒരു കാലഘട്ടം അമേരിക്കയിലൂടെ കടന്നുപോയി നമ്മൾ ഓർക്കണം. വെള്ളക്കാരന്റെ ശീതീകരിച്ച റൂമിന്റെ ഉള്ളിൽ ഭക്ഷണത്തിന് മെനു പോലും തയ്യാറാക്കപ്പെട്ടതിന്റെ ശേഷം മൃഷ്ടാന്നം ഭക്ഷണം കഴിക്കുന്ന വളർത്തുപട്ടിക്ക് ആ വളർത്തുപട്ടിയുടെ കോട്ടുപല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ അമേരിക്കയുടെ തെരുവീതികളിലൂടെ പേപ്പട്ടിയെ പോലെ അലഞ്ഞു തിരിയുന്ന തൊലി കറുത്തുപോയ കറുത്ത വർഗക്കാരന്റെ നീഗ്രോ അടിമയുടെ തുടയിലുള്ള മാംസ കഷ്ണങ്ങളെ ഉപയോഗപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിലൂടെ അമേരിക്ക കടന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം. ആ അമേരിക്കയിലാണ് സെക്കൻഡ് ഗാന്ധി ഓഫ് ദി വേൾഡ്, ലോകം കണ്ട രണ്ടാമത്തെ മഹാത്മാഗാന്ധി എന്ന് ഓമന പേര് ലഭിച്ച മാർട്ടിൻ ലൂതർ കിങ് പ്രഭാഷണം നടത്തുന്നത്. ഒരുപാട് കറുത്ത വർഗക്കാർ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണം കേൾക്കാൻ അമേരിക്കയുടെ തെരുവീതിയിൽ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി. അവിടെ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞുപോയി, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന്. അപ്പൊ മാധ്യമ പ്രവർത്തകന്മാർ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ്ങിനോട്, ഡിയർ കിങ്, വാട്ട് ഈസ് യുവർ ഡ്രീം? അങ്ങയുടെ സ്വപ്നം എന്താണ്? ആ സ്വപ്നം കൂടി മാധ്യമങ്ങളോട് അങ്ങ് തുറന്നു പറയണം. മാർട്ടിൻ ലൂതർ കിങ് നീഗ്രോ അടിമ പാർശ്വവൽക്കരിക്കപ്പെട്ട അമേരിക്കയുടെ ദുസ്ഥിതിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അന്ന് മൊഴിഞ്ഞു. ഈ അമേരിക്കയുടെ തെരുവീതിയിലൂടെ വെള്ളക്കാരനും തൊലി വെളുത്തവനും തൊലി കറുത്തവനും തോളോട് തോളുരമ്മി ഒരു ജപമാലയിലെ ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെ പോലെ ഒന്നിച്ച് നടക്കണം. ഒരച്ഛനമ്മക്ക് പിറന്ന മക്കൾ, ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്ദിരിക്കൊത്ത മനുഷ്യവർഗം, ഒരൊറ്റ ജന്മം ഒരേ സമൂഹം, ഒരച്ഛനമ്മ തൻ ബാല്യവ്യൂഹം, അതോർക്കുകിൽ പിന്നെയാധിപത്യം, നിതാന്ത സ്നേഹത്തിനാണു സത്യം. ആ മനോഹരമായ സത്യം അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഈ അമേരിക്കയിൽ വെള്ളക്കാരന്റെ നിഷ്ഠൂരമായ അക്രമങ്ങൾക്ക് ബലിയാടായി പോകുന്ന കറുത്ത വർഗക്കാരന് അങ്ങനെ ഒരു സ്വപ്നം പൂവണിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറേബ്യൻ മണലാരണ്യത്തിന്റെ 14 മുമ്പുള്ള കാഴ്ചയിലേക്ക്
നീഗ്രോ വർഗക്കാരന്റെ നേതാവ്, കറുത്തവന്റെ നേതാവ്, ലോകം കണ്ട രണ്ടാമത്തെ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. ഏതാണ് അറേബ്യൻ മണലാരണ്യം? ഒന്നിൽക്കിൽ പെണ്ണ്, അല്ലെങ്കിൽ മദ്യം, അല്ലെങ്കിൽ യുദ്ധം. ഇതില്ലാതെ എന്റെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് പറഞ്ഞ കാട്ടറബി, ആ കാട്ടറബിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമീൻ. അറബിയായ മനുഷ്യന് അനറബിയേക്കാൾ വ്യത്യാസമില്ല. വലാ ഫളല ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ. അനറബിയായ മനുഷ്യന് അറബിയേക്കാളും സ്ഥാനാന്തരങ്ങളില്ല. വലാ ലി അബ്യദ അലാ അസ്വദ്. തൊലി വെളുത്തുപോയവന് കറുത്തവനേക്കാൾ വ്യത്യാസമില്ല. വലാ ലി അസ്വദ അലാ അബ്യദ്. തൊലി വെളുത്തുപോയവനേക്കാൾ കറുത്തവനും സ്ഥാനങ്ങളില്ല. ഇല്ലാ ബിത്തഖ്വാ. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭയഭക്തി നോക്കിയിട്ടാണ് ആളുകൾ നിർണയിക്കപ്പെടുക. ഇതാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന് ജനങ്ങളോട് പറയാനുണ്ടായിരുന്നത്. 14 മുമ്പുണ്ടായിരുന്ന അപരിഷ്കൃതമായ അറേബ്യൻ നാടിനെ എങ്ങനെയാണ് പരിശുദ്ധ തിരുമേനി മാറ്റിയെടുത്തത്? 23 സംവത്സരങ്ങളെ കൊണ്ട് പെണ്ണിന് മോചനം, 23 കൊല്ലം കൊണ്ട് അടിമയുടെ കണ്ണീരൊപ്പുകയാണ്, 23 വർഷം കൊണ്ട് സ്ത്രീക്ക് സനാതന മൂല്യങ്ങൾ കൊടുക്കുകയാണ്, 23 വർഷം കൊണ്ട് തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് വേതനം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, 23 വർഷം കൊണ്ട് ചങ്ങലകളെ കൊണ്ട് കയ്യാമം വെക്കപ്പെട്ടവന്റെ കയ്യാമങ്ങളെ പൊട്ടിച്ചെറിയുകയാണ്, 23 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളോട് ചേരുമ്പോ കുഞ്ഞാവണം എന്ന അധ്യാപനം ലോകത്ത് വിളംബരം ചെയ്യപ്പെടുകയാണ്, 23 വർഷം കൊണ്ട് വിജ്ഞാനങ്ങളുടെ ശ്രീകോവിലിലേക്ക് അധസ്ഥിതനായ മനുഷ്യനെ വഴി നടത്തപ്പെടുകയാണ്, 23 വർഷം കൊണ്ട് സയൻസ് ഇല്ലാത്ത ടെക്നോളജി ഇല്ലാത്ത ലോകത്തിന്റെ ജനങ്ങളോട് ഒട്ടകം എങ്ങനെ പടക്കപ്പെട്ടു സോളജി പഠിക്കണം, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു ആസ്ട്രോളജി പഠിക്കണം, ശാസ്ത്രത്തിന്റെ ശാഖകളുടെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്, 23 സംവത്സരങ്ങളെ കൊണ്ട് ഉഭയകക്ഷി ബന്ധങ്ങൾ രൂഢമൂലമാവുകയാണ്, 23 വർഷം കൊണ്ട് കിസ്റ കൈസർ രാജാവുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിലൂടെ മറ്റു മതക്കാരോട് നല്ല രീതിയിലുള്ള സഹവർത്തിത്വത്തിന്റെ മര്യാദ വേണം എന്ന പുതിയ പാഠം ലോകം കേൾക്കുകയാണ്, 23 വർഷം കൊണ്ട് നജ്റാനിൽ നിന്ന് കടന്നു വന്ന ക്രൈസ്തവർക്ക് തവാഫ് ചെയ്യുന്ന മതാഫിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റിക്കൊടുത്തിട്ട് അവരുടെ ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ മഹോന്നതമായ ഒരു കവാടം തുറക്കപ്പെടുന്നതോടുകൂടെ ലോകത്ത് ഇസ്ലാം സഹിഷ്ണുതയുടെ മതമായി തീരുകയാണ്. എത്ര വലിയ വിപ്ലവങ്ങൾ, എത്ര വലിയ മൂല്യങ്ങൾ, എത്ര വലിയ സംസ്കാരങ്ങൾ, ആ മൂല്യമഹോ ജയിപ്പൂ, ആ സ്നേഹമഹോ ജയിപ്പൂ. അതുകൊണ്ട് മുസ്ലിമേ, നമ്മളാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി ഏൽപ്പിച്ചു പോയ ഖലീഫമാർ. അവിടുന്ന് കയ്യിൽ ദൗത്യം ഏൽപ്പിച്ചു തന്ന ഖലീഫമാരാണ്. ആ ഖലീഫമാരായിരിക്കുന്ന നമ്മളൊക്കെ പരിശുദ്ധ മതത്തിന്റെ ദൗത്യം വേണ്ട രീതിയിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു എത്ര ഭംഗിയുള്ളവനാണ്, വയുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു സൗന്ദര്യവാനാണ്, അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ തമ്പുരാന്റെ സൗന്ദര്യം, ഇടപെടലിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ സൗന്ദര്യം, അടിമയോടുള്ള വാത്സല്യത്തിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ സൗന്ദര്യം, ഈ പ്രപഞ്ച നിർമ്മാണത്തിന്റെ സൗന്ദര്യം, പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നമ്മൾ വായിക്കണം. ഒരു മഴ പെയ്യുമ്പോ പോലും അവിടെ സംഗീതമാണ്, ഒരു പക്ഷിയുടെ കളകളാരവം മുഴങ്ങുമ്പോ അവിടെ സംഗീതമാണ്, ഒരു അരുവി ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുമ്പോ അവിടെ സംഗീതമാണ്. 2 വെള്ളാരം കല്ലുകൾ പ്രകൃതി ദുരന്തത്തിന്റെയോ പ്രകൃതി പ്രതിഭാസത്തിന്റെയോ ഭാഗമായി ഒന്ന് കൂട്ടിമുട്ടുമ്പോ ഇത്രകാലം കേൾക്കാത്ത ഒരു ശബ്ദം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അത് പ്രകൃതിയുടെ സംഗീതമാണ്.
എല്ലാം സംഗീതം. കാറ്റ് പോലും പ്രകൃതിയുടെ താളമാണ്. ഈ കാറ്റ് വന്നിട്ട് കാട്ടിലെ മുളങ്കൂട്ടങ്ങളിലേക്ക്, മുളങ്കാടുകളിലേക്ക്, ഈറക്കൂട്ടങ്ങളിലേക്ക്, ഓടക്കൂട്ടങ്ങളിലേക്ക് കാറ്റ് മെല്ലെ തഴുകി തലോടുമ്പോ ഒരു മുള മറ്റൊരു മുളയോട് ആലിംഗനത്തിൽ ഏർപ്പെടുകയാണ്. ഒരു മരക്കൊമ്പ് മറ്റൊരു മരക്കൊമ്പിനോട് പരിരംഭണം നടത്തുകയാണ്. ഒരു ശിഖിരം മറ്റൊരു ശിഖിരത്തെ ആശ്ലേഷം ചെയ്യുകയാണ്. ഒരു ശാഖ മറ്റൊരു ശാഖയോട് പരസ്പരം ഹസ്തദാനങ്ങളിൽ ഏർപ്പെടുകയാണ്. അവിടെയെല്ലാം പ്രകൃതിയുടെ പുതിയ സംഗീതം രൂപപ്പെടുകയാണ്. അവിടെയെല്ലാം പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ലോകം കണ്ട ഒരു പ്രശസ്തനായ പണ്ഡിതൻ പറഞ്ഞു, സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പൂന്തോട്ടം കാണാൻ പോകണം. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പച്ചപ്പ് കാണാൻ പോകണം. അതിന് ഏതെങ്കിലും അന്റാർട്ടിക്കയിലേക്ക് ടൂർ പോകണം എന്നില്ല. പിന്നെ ഈ വെന്നിയൂരിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോ നമ്മുടെ സൈഡുകളിൽ, ഇരുവശങ്ങളിൽ പച്ചപ്പോടുകൂടെ നിലകൊള്ളുന്ന തളിർത്ത് തരളിതമായ പുൽപ്പാടങ്ങൾ കണ്ടിട്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രയാണം. അതിസ്ലാമാണ്, അതിസ്ലാമിന്റെ സൗന്ദര്യാണ്. അപ്പൊ പള്ളിയുടെ ഉള്ളിൽ മാത്രമല്ല ഇസ്ലാം കിടക്കണത് എന്നുള്ളത് മനസ്സിലാക്കണം. അട്ടേർലി നമ്മുടെ ലൈഫിൽ മുഴുവൻ ഇസ്ലാം അങ്ങനെ മുഴച്ചു നിൽക്കണം.